നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. ഫംഗ്ഷൻ പഠിച്ചപ്പോൾ ഫംഗ്ഷന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും. അതിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷനെയാണ് നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റെഡിമെയ്ഡായിട്ടുള്ള ഫങ്ഷൻസ്, നമ്മൾ ആ ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി, അങ്ങനെ നമുക്ക് ആ ഫംഗ്ഷനെ യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. C++ൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ കുറേയധികമുണ്ട്. അതെങ്ങനെ നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാമെന്നും അതിൻ്റെ യൂസ് എന്താണെന്നും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ സെക്ഷനിലോട്ട് പോകാം. ആദ്യത്തെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ് കൺസോൾ ഫംഗ്ഷൻ ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്. ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന കൺസോൾ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കൺസോൾ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കീബോർഡും മോണിറ്ററിനെയൊക്കെയാണ് നമ്മൾ കൺസോൾ ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസോൾ ഫംഗ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനും ക്യാരക്ടർ ഔട്ട്പുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ cstdio എന്ന ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കണം. cstdio എന്ന ഹെഡർ ഫയൽ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക, cstdio ഹെഡർ ഫയലാണ് നമ്മൾ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ആദ്യത്തെ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനിലോട്ട് പോകാം. getChar. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് getChar എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടർ മാത്രമേ നമുക്ക് ആ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾ char ch ഈക്വൽ ടു getChar. ch എന്ന വേരിയബിളിലോട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടർ സ്റ്റോർ ചെയ്യപ്പെടും. അതാണ് char ch ഈക്വൽ ടു getChar എന്ന ഫംഗ്ഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കീബോർഡ് വഴി ഒരു ലെറ്റർ എ എന്ന് കൊടുത്താൽ chലോട്ട് ആ എ എന്ന ലെറ്റർ അല്ലെങ്കിൽ എ എന്ന ക്യാരക്ടർ പോയി സ്റ്റോർ ചെയ്യും. അപ്പോൾ getChar എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് അടുത്ത ഫംഗ്ഷനിലോട്ട് പോകാം. putChar. putChar ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ. getChar ഇൻപുട്ട് ആണെങ്കിൽ putChar ഔട്ട്പുട്ട് ആണ്. ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് putChar. പുട്ട് വരുന്നതെല്ലാം ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ്. അപ്പം putChar ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു ക്യാരക്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് putChar. എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് putChar ബ്രാക്കറ്റിൽ പരന്തസിനകത്ത് ch എന്ന വേരിയബിൾ ഉപയോഗിച്ചു. നമ്മൾ മുമ്പ് ch-നകത്ത് എ നമ്മൾ ഇൻപുട്ട് ചെയ്തായിരുന്നു. അപ്പം putChar ch എന്ന് പറയുമ്പം ch-ൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന എ എന്ന വാല്യൂ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ക്യാരക്ടർ ഇൻപുട്ട് ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ചത്. രണ്ട് ഫംഗ്ഷനാണുള്ളത്, getCharഉം putCharഉം. getChar ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു, putChar ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇനി നമുക്ക് അടുത്ത ഫങ്ഷൻസിലോട്ട് പോകാം. സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. ഇൻപുട്ട് ഓപ്പറേഷന് വേണ്ടിയും ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രീം ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഏത് ഫങ്ഷൻ പ്രോഗ്രാമിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഹെഡർ ഫയൽ വേണം. അപ്പോൾ ഈ സ്ട്രീം ഫങ്ഷൻസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് IOStream ഹെഡർ ഫയൽ. IOStream എന്ന ഹെഡർ ഫയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് സ്ട്രീം ഫങ്ഷൻസ് കിട്ടുന്നത്. നമുക്ക് സ്ട്രീം ഫങ്ഷൻ, ഒന്നാമത്തെ സ്ട്രീം ഫങ്ഷൻ നോക്കാം. ഒന്നാമത്തത് ഇൻപുട്ട് ഫങ്ഷനാണ്. ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രീം ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ ഇൻപുട്ട് ഫങ്ഷനാണ് get. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ ക്യാരക്ടർ ഓർ സ്ട്രിങ്. get ഫങ്ഷൻ ഉപയോഗിക്കുന്നത്
ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റ് എന്ന സ്ട്രീം ഫംഗ്ഷൻ. അപ്പം ഗെറ്റ് ഉപയോഗിക്കുന്ന ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ ക്യാരക്ടർ ഓർ സ്ട്രിങ്. ഇതുപയോഗിച്ചുകൊണ്ട് ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങോ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത ഇൻപുട്ട് ഫംഗ്ഷനിലോട്ട് പോകാം. ഗെറ്റ് ലൈൻ. ഗെറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ സ്ട്രിങ്. ഗെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ക്യാരക്ടറോ ഒരു സ്ട്രിങ്ങോ ഇൻപുട്ട് ചെയ്യാമായിരുന്നു. ഗെറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ട്രിങ് ആണ് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം സ്ട്രീം ഫംഗ്ഷനിലെ ആദ്യത്തെ ഇൻപുട്ട് ഫംഗ്ഷനെ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, ഗെറ്റും ഗെറ്റ് ലൈനും. ഇനി നമുക്ക് അടുത്ത ഔട്ട്പുട്ട് ഫംഗ്ഷനിലോട്ട് പോകാം. ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. ഒന്നാമത്തെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ പുട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ. ഈ പുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ക്യാരക്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കാം. ഒരു ക്യാരക്ടറെ നമുക്ക് ഒരു സമയം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പുട്ട് ഫംഗ്ഷൻ. രണ്ടാമത്തെ ഔട്ട്പുട്ട് ഫംഗ്ഷനിലോട്ട് പോകാം. റൈറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ്. റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്ട്രിങ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ പുട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റൈറ്റ് ആണെങ്കിൽ ഒരു സ്ട്രിങ് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഇത്രയും സ്ട്രീം ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ചത്. സ്ട്രീം ഫംഗ്ഷനിൽ ഇൻപുട്ട് ഫംഗ്ഷനുണ്ട്, ഔട്ട്പുട്ട് ഫംഗ്ഷനും ഉണ്ട്. ഇൻപുട്ട് ഫംഗ്ഷൻ ഗെറ്റും ഗെറ്റ് ലൈനുമാണ്. ഗെറ്റ് ഒരു ക്യാരക്ടറും സ്ട്രിങ്ങും ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഗെറ്റ് ലൈൻ ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ പുട്ട് ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നു. റൈറ്റ് ഒരു സ്ട്രിങ് ഔട്ട്പുട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നു.